നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫാമിലിനെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി സാറിന്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? സോ ഫാമിലി എല്ലാവരും അറിഞ്ഞാണ്, എല്ലാ രണ്ടുപേർക്കും അറിയണം എന്ന് നമ്മൾ പറഞ്ഞ പോലെ, ഇപ്പം ഇൻ കേസ് ഒരാൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഫാമിലിയിൽ ഇപ്പോൾ വൈഫിന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഹസ്ബൻഡിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരാളായിരിക്കും ഇത് മൊത്തം മാനേജ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു റോള് അല്ലെങ്കിൽ അവിടെ വളരെ എവിഡന്റ് ആയിട്ട് വരുന്നത്. എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിവില്ലാത്ത ഒരാൾ നേരെ ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെല്ലാം ഇത് കറക്റ്റായിട്ട് ട്രാൻസ്മിഷൻ ചെയ്ത് ഈ ആരാണോ നോമിനി, ആ നോമിനിയുടെ പേരിലോട്ട് കറക്റ്റായിട്ട് മാറ്റിത്തരും. ഇപ്പോൾ നേരിട്ട് നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ പറയും നേരിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് ലാഭം ഉണ്ടാക്കാനൊക്കെ പറ്റും. ദർ വിൽ ബി എ ഡിഫറൻസ്, ഒരു 1% ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, പക്ഷേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊരു ഗ്രാഹ്യമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവരായിരിക്കും ഇതിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10,000 രൂപ അല്ലെ 5,000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആഫ്റ്റർ സം പീരീഡ് ഇത് വലിയ എമൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ 1 crore, 2 crore, 5 crore ഇങ്ങനെയൊക്കെ വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടാവും. ഇതുപോലെ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ ആക്ച്വലി ഹെൽപ്പ് യു ടു റെഗുലറൈസ് എവരിത്തിങ്.